നരേന്ദ്രമോദി നോട്ട് നിരോധനം നടപ്പിലാക്കി. രണ്ടാമത് വളരെ വികലമായ ഒരു GST ചരക്ക് സേവന നികുതി കൊണ്ടുവന്നു. അത് മാത്രമല്ല മറ്റൊരു പദ്ധതി അഗ്നിപഥ് പദ്ധതിയും അദ്ദേഹം ഇവിടെ ആരംഭിച്ചു. We believe Agniveer is an insult to the Indian Army. ഞങ്ങൾ വിശ്വസിക്കുന്നത് അഗ്നിപഥ് പദ്ധതി എന്നത് ഇന്ത്യൻ ആർമിക്ക് ഒരു അപമാനമാണെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിശ്വസിക്കുന്നത്. And an insult to every single soldier, every single Indian youth who wants to protect our country. ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യൻ യുവാവിനും യുവതിക്കും അതുപോലെ ഇന്ത്യയിലെ ഓരോ പട്ടാളക്കാരനും പട്ടാളക്കാരിക്കും ഇതൊരു അപമാനമാണ് അഗ്നിപഥ് സ്കീം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. And we also think the GST is designed to promote extortion and corruption. അതുപോലെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു GST എന്ന് പറയുന്നത് ആ നികുതി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ രാജ്യത്തെ അഴിമതിയും കൊള്ളയടിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് GST കൊണ്ടുവന്നിരിക്കുന്നത്. The Prime Minister has purposely created 5 different levels of GST. So corruption happens, extortion happens. അഴിമതിയും കൊള്ളയടിക്കലും നടക്കാൻ വേണ്ടി അത് സാധ്യമാകുന്നതിന് വേണ്ടിയാണ് 5 തട്ടുകളിലുള്ള GST പ്രധാനമന്ത്രി ഇവിടെ കൊണ്ടുവന്നത്. So we are going to redesign the GST. There will be one tax and it will be minimum tax. നമ്മൾ GST ആകെ മാറ്റിമറിക്കാൻ അതിന്റെ രൂപം തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ്. അവിടെ ഒറ്റ ടാക്സ് ഒരു നികുതിയെ ഉണ്ടായിരിക്കുള്ളൂ. And there will be no room for confusion. അവിടെ ഒരു ആശയക്കുഴപ്പവും ഉണ്ടായിരിക്കില്ല. ഒറ്റ നികുതിയും ഏറ്റവും കുറഞ്ഞ നികുതിയുമായിരിക്കും. There are 30 lakh government jobs that the Prime Minister has not filled. ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകാത്ത ഒഴിവുകൾ നികത്താത്ത 30 ലക്ഷം ഗവൺമെന്റ് ജോലികൾ ഈ രാജ്യത്തുണ്ട്. We will fill those 30 lakh jobs and give them to the people and the youngsters of our country. ആ 30 ലക്ഷം ജോലികളിലെ ആ ഒഴിവുകൾ നികത്തി ആ ഗവൺമെന്റ് ജോലികളെല്ലാം ഈ നാട്ടിലെ യുവജനങ്ങൾക്ക് ഞങ്ങൾ നൽകുമെന്ന് ഉറപ്പ് നൽകുന്നു. And like I said, like I spoke to you about the revolutionary scheme that we made for our women, we have also come up with a revolutionary scheme for our youngsters. സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്ന വിപ്ലവാത്മകരമായ ഒരു പദ്ധതിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ നാട്ടിലെ യുവജനങ്ങൾക്ക് വേണ്ടിയും മറ്റൊരു വിപ്ലവകരമായ പദ്ധതിയുമായി ഞങ്ങൾ മുൻപോട്ട് വന്നിട്ടുണ്ട്. Rich families, business families send their children to do apprenticeships before they join the job market. ധനികരായ കുടുംബങ്ങൾ അതുപോലെ തന്നെ ബിസിനസ് വ്യവസായികളുടെ കുടുംബങ്ങൾ അവരുടെ മക്കളെയൊക്കെ അവർക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് തൊഴിൽ പരിശീലനം അഥവാ അപ്രന്റീസ്ഷിപ്പിന് വേണ്ടി അവർ അയക്കാറുണ്ട്. The children spend 6 months, 8 months, 1 year working. They get paid for it and they get specialized training. അതുപോലെ ആ കുടുംബങ്ങളിലെ കുട്ടികൾ 6 മാസം 8 മാസം 1 വർഷമൊക്കെ ജോലി ചെയ്യുന്നു. അവർക്ക് പരിശീലനം ലഭിക്കുന്നു ഈ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ പ്രത്യേക പരിശീലനം ലഭിക്കുകയും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ അവർക്ക് ശമ്പളവും ലഭിക്കുന്നു. This is not available to children of farmers, laborers, poor people. കർഷകരുടെയും തൊഴിലാളികളുടെയും രാജ്യത്തെ ദരിദ്രരായ മനുഷ്യരുടെയും കുട്ടികൾക്ക് ഇങ്ങനെയുള്ള യാതൊരു അവസരങ്ങളും ഇന്ന് ഈ നാട്ടിൽ ലഭ്യമല്ല. And there are millions and millions of Indian youngsters looking for jobs unemployed today. നമുക്കറിയാം ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് ജോലി തേടി അലയുന്ന ചെറുപ്പക്കാരായ ജോലിയില്ലാത്ത ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. Some time back I met a coolie in a railway station who was a civil engineer. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കൂലിയായി ജോലി എടുക്കുന്ന ഒരാളെ കണ്ടു. He had studied for years. അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അദ്ദേഹം വർഷങ്ങൾ പഠിച്ച ആളാണ്. Paid lakhs of rupees to a private college. ലക്ഷക്കണക്കിന് രൂപ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കൊടുത്താണ് അദ്ദേഹം പഠിച്ചത്. And was helping people with their bags in a railway station. പക്ഷേ അദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? റെയിൽവേ സ്റ്റേഷനിൽ ആളുകളുടെ ബാഗുകൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു കൂലിയായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. This is not the type of India that we want. ഞങ്ങൾക്ക് വേണ്ട ഇന്ത്യ, നമുക്ക് വേണ്ട ഇന്ത്യ ഇങ്ങനത്തെ ഒരു ഇന്ത്യ അല്ല. And so we are going to create a law that is going to guarantee a right to apprenticeship to all our youngsters. അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ യുവജനങ്ങൾക്കും തൊഴിൽ പരിശീലനത്തിലുള്ള അവകാശം നിയമമാക്കുന്ന ഉറപ്പ് നൽകുന്ന ഒരു നിയമം ഞങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. Any graduate diploma holder will have the right to ask the government of India for a 1-year apprenticeship. ഈ നാട്ടിലെ ഡിപ്ലോമ ഉള്ള ബിരുദധാരികളായ ഏതു യുവാവിനും യുവതിക്കും ഇന്ത്യൻ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് തൊഴിൽ പരിശീലനം നൽകണം, നൽകിയേ പറ്റൂ എന്ന് പറയാനുള്ള അവകാശം ഉണ്ടായിരിക്കും. Just like you cannot refuse a Manrega worker a job,
you will not be able to refuse this right once it's given. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ തൊഴിൽ നിരസിക്കാൻ സാധ്യമാകാത്തത്, അതുപോലെ തൊഴിൽ പരിശീലനത്തിനുള്ള ഒരു അപേക്ഷ ഈ നാട്ടിലെ ഒരു യുവാവിനും യുവതിക്കും നിരസിക്കാൻ സാധിക്കില്ല ഇന്ത്യൻ ഗവൺമെന്റിന്. The apprenticeship will be 1 year long. They will be trained in whatever field they want to, and they will be paid ₹1,00,000 a year, 8,500 rupees a month directly in their bank account. ഈ തൊഴിൽ പരിശീലനം ഒരു വർഷത്തേക്കായിരിക്കും. ആ തൊഴിൽ പരിശീലനം ഈ യുവതിക്കോ യുവാവിനോ ഇഷ്ടമുള്ള മേഖലയിൽ, താല്പര്യമുള്ള മേഖലയിൽ ചെയ്യാം. അതുമാത്രമല്ല, ഈ കാലയളവിൽ ഓരോ മാസവും 8,500 രൂപ വീതം 1,00,000 രൂപ അവർക്കും ലഭ്യമാകുന്നതാണ്. In Hindi we call this scheme Pehli Naukri Pakki. It is a gateway to enter the job market. ഇതിന് ഹിന്ദിയിൽ നമ്മൾ പറയുന്നത് പെഹലി നൗക്കരി പക്കി, അതായത് ആദ്യത്തെ ജോലി ഉറപ്പാണ്. നിങ്ങൾക്ക് സ്ഥിരം തൊഴിൽ, ഈ നാട്ടിലെ യുവജനങ്ങൾക്ക് സ്ഥിരം തൊഴിൽ ലഭിക്കാനുള്ള ഒരു വാതിലായി, കവാടമായി ഈ പദ്ധതി മാറും. Mr. Modi has made a wall between the job market and Indian youth. ഇന്ത്യയിലെ യുവജനങ്ങൾക്കും ഇന്ത്യയിലെ തൊഴിൽ വിപണിക്കും ഇടയിൽ ഒരു വലിയ ഭിത്തി തന്നെ നരേന്ദ്രമോദി നിർമ്മിച്ചിട്ടുണ്ട്. It is almost an unbreakable wall. അത് നമുക്ക് നശിപ്പിക്കാൻ പറ്റാത്ത, അതിലൂടെ കടന്നു പോകാൻ കഴിയാത്ത ഒരു ഭിത്തിയാണ്. Our Pehli Naukri Pakki scheme is designed to break that wall. ഈ ഭിത്തിയെ തകർത്ത് കളയാൻ വേണ്ടി ഇന്ത്യയിലെ യുവജനതയ്ക്കും തൊഴിൽ വിപണിക്കും ഇടയിൽ നരേന്ദ്രമോദി ഉണ്ടാക്കിയ ഈ ഭിത്തിയെ തകർക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പഹലി നൗക്കരി പക്കി എന്ന് പറയുന്ന ഈ പദ്ധതി. And the added benefit will be that our businesses, our governments will get a huge well-trained workforce. ഇതിന്റെ ഒരു അധിക പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിനും അതുപോലെ നമ്മുടെ നാട്ടിലെ വ്യവസായ സ്ഥാപനങ്ങൾക്കും പരിശീലനം ലഭിച്ച ഒരുപാട് യുവാക്കളെ അവരുടെ തൊഴിലിന് വേണ്ടി തൊഴിലാളികളായി അവിടെ ജോലി ചെയ്യാൻ ലഭിക്കും. And then we can talk about a true Make in India, made in Kerala. അപ്പോൾ ഇത് സാധ്യമായാൽ നമ്മൾക്ക് യഥാർത്ഥത്തിലുള്ള മേക്ക് ഇൻ ഇന്ത്യ, യഥാർത്ഥത്തിലുള്ള മേക്ക് ഇൻ കേരള എന്നതിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ സാധിക്കും. Finally, Mr. Narendra Modi protects the richest but does nothing for the farmers. അവസാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും അതിസമ്പന്നരായ മനുഷ്യരെ നരേന്ദ്രമോദി സംരക്ഷിക്കുന്നു, പക്ഷേ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. You have seen with your own eyes the farmers protesting across the country. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്തെ കർഷകർ രാജ്യം മുഴുവൻ പ്രതിഷേധിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. And farmers only ask 2 questions. അവർ 2 ചോദ്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ കർഷകർ ചോദിച്ചത്. The first is, why is it that when somebody else sells a product in the market, they get a good price for it, but when the farmer sells his product, he never ever gets a good price? ആദ്യത്തെ ചോദ്യം ഇതാണ്, ഞങ്ങളല്ലാതെ മറ്റാരെങ്കിലും അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ മാർക്കറ്റിൽ വന്ന് വിപണിയിൽ വന്ന് വിൽക്കുമ്പോൾ അവർക്ക് കൃത്യമായ വില ലഭിക്കുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രം ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില ലഭിക്കാത്തത്? And the second question, why is it that the richest people in the country can have their bank loans forgiven? The Prime Minister can forgive lakhs of crores, but when farmers ask for a loan waiver, it is never given to them. അവർ ചോദിക്കുന്ന, ഇന്ത്യയിലെ കർഷകർ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ രാജ്യത്തെ അതിസമ്പന്നരായ ആളുകളുടെ ബാങ്ക് കടങ്ങളെല്ലാം എഴുതി തള്ളാൻ സാധിക്കുന്നത്, പക്ഷെ കർഷകരായ ഞങ്ങളുടെ കടങ്ങൾ എഴുതി തള്ളണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തത്? So we are going to do 2 things for our farmers. നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് വേണ്ടി അതുകൊണ്ട് ഞങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. The first, we are going to give them a legally guaranteed minimum support price. ആദ്യമായി ഈ നാട്ടിലെ കർഷകർക്ക് വേണ്ടി നിയമപരമായി ഞങ്ങൾ ഒരു മിനിമം താങ്ങുവില ഉറപ്പ് നൽകാൻ പോവുകയാണ്. And second, we are going to forgive farmers bank loans across the country. അത് മാത്രമല്ല, ഈ രാജ്യത്തെ മുഴുവൻ കർഷകരുടെയും ബാങ്കിലെ കടങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എഴുതി തള്ളാൻ പോവുകയാണ്. And if we are going to talk about farmers, then we have to talk about laborers. നമ്മൾ കർഷകരെ പറ്റി സംസാരിക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ രാജ്യത്തെ തൊഴിലാളികളെ കുറിച്ചും സംസാരിക്കേണ്ടിയിരിക്കുന്നു. So for our laborers, we are going to create a minimum wage of 400 rupees a day. നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾക്ക് ഒരു ദിവസം മിനിമം അടിസ്ഥാന വേതനമായി 400 രൂപ ഞങ്ങൾ ഉറപ്പാക്കാൻ പോവുകയാണ്. And we are going to double the pension that is given to our widows in old age. നമ്മുടെ ഈ നാട്ടിലെ വിധവകളായ മനുഷ്യർക്ക് അവരുടെ വയസ്സാം കാലത്ത് പ്രായമാകുന്ന സമയത്ത് അവർക്ക് നൽകുന്ന പെൻഷൻ ഞങ്ങൾ ഇരട്ടിയാക്കാൻ പോവുകയാണ്.
Now, there is one last thing I want to mention to you. ഇപ്പൊ നിങ്ങളോട് അവസാനമായി സംസാരത്തിന്റെ അവസാനം ഒരു കാര്യം കൂടെ എനിക്ക് പറയണമെന്നുണ്ട്. Everybody in this country knows that I fight the BJP. ഈ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാം ഞാൻ BJPയോട് പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. And the BJP also says that if there is one man who fights us, his name is Rahul Gandhi. അത് മാത്രമല്ല BJPക്കും അറിയാം, BJPയും പറയും ഞങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ രാഹുൽ ഗാന്ധിയാണ് എന്ന് BJPയും പറയും. Every morning I get up and I ask myself, okay, what is the best way to fight my ideological opponents? എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്നോട് സ്വയം ചോദിക്കും, ഈ രാജ്യത്തെ എൻ്റെ ആശയപരമായ എതിരാളികളായ BJP RSSനെ ഞാൻ ഇന്നെങ്ങനെയാണ് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നത്, അവരെ എങ്ങനെയാണ് എതിർക്കാൻ പോകുന്നത്? And at the same time, thousands of BJP leaders wake up, Narendra Modi wakes up and says, okay, how are we going to fight this fellow? അതുപോലെ തന്നെ ഞാൻ അവരെ എങ്ങനെ പ്രതിരോധിക്കണം, അവരെ എങ്ങനെ എതിർക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ആയിരക്കണക്കിന് BJPയുടെ പ്രവർത്തകരും നരേന്ദ്രമോദിയും എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ അവരെന്താണ് ആലോചിക്കുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് ഈ മനുഷ്യനോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? And the fight is very clear. I told you in the beginning, they have one view of India, I have another view of India. ഈ പോരാട്ടം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. നിങ്ങളോട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അവർക്ക് ഇന്ത്യയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട്, ഞങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ച് വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചപ്പാടുണ്ട്. I believe in love and affection, they believe in hatred and anger. ഞാൻ വിശ്വസിക്കുന്നത് സ്നേഹത്തിലും വാത്സല്യത്തിലും ഇഷ്ടത്തിലും കരുതലുമാണ്, അവർ വിശ്വസിക്കുന്നത് വെറുപ്പിലും ദ്വേഷത്തിലും കോപത്തിലുമാണ്. Now, everybody also knows that when you fight the BJP, you have to pay a price. എല്ലാവർക്കും അറിയാം BJPക്കെതിരെ സംസാരിച്ചാൽ, BJPക്കെതിരെ പ്രവർത്തിച്ചാൽ, അവരോട് യുദ്ധം ചെയ്താൽ നിങ്ങൾക്ക് ഒരു വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. You have seen that I pay that price every single day. നിങ്ങൾക്കറിയാം BJPയെ എതിർക്കുന്നതിനുള്ള വില ഓരോ ദിവസവും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Their media attacks me 24 hours. അവരുടെ മാധ്യമങ്ങൾ, BJPയുടെ മാധ്യമങ്ങൾ എന്നെ 24 മണിക്കൂറും ആക്രമിച്ചുകൊണ്ടിരിക്കും. Across the internet, they attack me every single day. ഇന്റർനെറ്റിൽ മുഴുവൻ എല്ലാ ദിവസവും അവരെന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കും. I was interrogated by the ED for 55 hours, 12 hours a day, 5 days straight. നിങ്ങൾക്കറിയാമോ 5 ദിവസങ്ങൾ തുടർച്ചയായി ഓരോ ദിവസവും 12 മണിക്കൂർ വീതം 55 മണിക്കൂറുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നെ ചോദ്യം ചെയ്തത്. The BJP took away my Lok Sabha membership. BJP അത് മാത്രമല്ല എൻ്റെ ലോക്സഭ അംഗത്വം കൂടി അവരെടുത്തുകൊണ്ടുപോയി. They threw me out of the Lok Sabha and the Supreme Court brought me back into the Lok Sabha. അവരെന്നെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എന്നെ ലോക്സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ്. I am, as an MP, I am entitled a government house. ഒരു MP എന്ന നിലയിൽ, പാർലമെന്റിലെ പ്രതിനിധി എന്ന നിലയിൽ ഒരു ഗവൺമെന്റിന്റെ വീടിന്, ഔദ്യോഗിക വസതിക്ക് എനിക്ക് അവകാശമുണ്ട്. They threw me out of my house. ആ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് അവരെന്നെ പുറത്താക്കിയത്. When I was giving them the key, I was thinking to myself, I don't want your house. അവർക്ക് ആ വീടിന്റെ താക്കോലുകൾ കൈമാറിയപ്പോൾ ഞാൻ സ്വയം ചിന്തിക്കുകയായിരുന്നു, എനിക്ക് നിങ്ങളുടെ ഈ ഔദ്യോഗിക വസതി വേണ്ട എന്ന് ഞാൻ സ്വയം ചിന്തിക്കുകയായിരുന്നു. I have millions of houses in India in the hearts of all our people. ഇന്ത്യയിലെ ജനങ്ങളുടെ, ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ എനിക്ക് ലക്ഷക്കണക്കിന് വീടുകളുണ്ടെന്നാണ് ഞാൻ ചിന്തിച്ചത്. I have thousands of houses in Kerala, thousands of houses in Tamil Nadu, thousands of houses in Himachal Pradesh, thousands of houses in Manipur. I have thousands of houses everywhere. എനിക്ക് ആയിരക്കണക്കിന് വീടുകൾ കേരളത്തിലുണ്ട്, ആയിരക്കണക്കിന് വീടുകൾ തമിഴ്നാട്ടിലുണ്ട്, ആയിരക്കണക്കിന് വീടുകൾ ഹിമാചൽ പ്രദേശിലുണ്ട്, ആയിരക്കണക്കിന് വീടുകൾ ആസാമിലുണ്ട്. But what I find interesting is that your chief minister is not being attacked in any way by the BJP. പക്ഷേ എനിക്ക് വലിയ അതിശയമായി തോന്നുന്നത് നിങ്ങളുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ BJP ഒരു വിധത്തിൽ ആക്രമിക്കുന്നില്ല എന്നുള്ളതാണ്. 2 chief ministers are sitting in jail, but your chief minister is free. ഇന്ത്യയിലെ 2 മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുകയാണ്, പക്ഷെ നിങ്ങളുടെ മുഖ്യമന്ത്രി വളരെ സ്വതന്ത്രനായിരിക്കുകയാണ് ഇപ്പോഴും. Nobody has taken away his house. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അദ്ദേഹത്തെ ആരും പുറത്താക്കുന്നില്ല. Nobody has taken away his membership to the Vidhan Sabha. അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം ആരും റദ്ദാക്കുന്നില്ല.
He has not been called for interrogation for even 1 minute. ഒരു മിനിറ്റ് പോലും ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തെ ഇതുവരെ ഇഡി വിളിച്ചിട്ടില്ല. So it's a bit surprising അത് ഭയങ്കര, എനിക്കിത് വളരെയധികം അതിശയിപ്പിക്കുന്നതാണ്. that if he is fighting the BJP, why are they so pleased with him? അദ്ദേഹം ശരിക്കും BJP-ക്കെതിരെ പോരാടുകയാണെങ്കിൽ അവർക്ക് എന്താണ് അദ്ദേഹത്തോട് ഇത്ര Why സന്തോഷം? are they not attacking him? എന്തുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ ആക്രമിക്കാത്തത്? And then the other interesting thing, മറ്റ് കൗതുകമുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്, I come to Kerala and I attack the BJP. I come in every state, I attack the BJP. ഞാൻ കേരളത്തിൽ വന്ന് BJP ആക്രമിക്കുന്നു, ഞാൻ ഏത് സംസ്ഥാനത്ത് പോയാലും ഞാൻ BJP ആക്രമിക്കുന്നു. 24 hours I spend attacking the BJP. 24 മണിക്കൂറും ഞാൻ BJP ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And 24 hours your chief minister spends attacking me. പക്ഷേ 24 മണിക്കൂർ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെനിക്ക് വളരെ കൗതുകകരമായി തോന്നുന്നു. He does not say one word against the BJP. അദ്ദേഹം BJP-ക്കെതിരെ ഒരു വാക്കുപോലും പറയുന്നില്ല. So I just wanted to leave that with you to think about. നിങ്ങൾ ഈ കാര്യം നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് ഞാൻ വിട്ടു നൽകുകയാണ്. I know it's very hot today and you've come from far, far away to listen to me. ഇന്ന് എനിക്കറിയാം, ഇന്ന് വലിയ ഒരുപാട് ചൂടുള്ള ദിവസമാണ്. നിങ്ങളൊക്കെ ദൂരെ പ്രദേശങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. Since I became a member of parliament, I have learned a lot about the people of Kerala. ഞാൻ കേരളത്തിൽ നിന്നൊരു പാർലമെന്റിലെ പ്രതിനിധി ആയത് മുതൽ കേരളത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. About your spirit, about your capability, about your imaginativeness. നിങ്ങളുടെ കഴിവിനെ കുറിച്ച്, നിങ്ങളുടെ ഭാവന സമ്പന്നതയെ കുറിച്ച്, നിങ്ങളുടെ ആത്മവീര്യത്തെ കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. You show people how to live together happily in diversity. മലയാളികൾ ലോകത്തിന് മറ്റു മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുന്നു വൈവിധ്യതകളെ സമന്വയിപ്പിച്ചുകൊണ്ട് എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. Your nurses cure the world. മലയാളി നഴ്സസ് ഈ ലോകത്തെ സുഖപ്പെടുത്തുന്നത്, സാന്ത്വനപ്പെടുത്തുന്നത് കേരളത്തിലെ നഴ്സുമാരാണ്. And recently there is a case in Saudi Arabia. The entire state came together to give money to save the man's life. ഈയിടെ നമുക്കറിയാം, സൗദി അറേബ്യയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ, വധശിക്ഷയ്ക്ക് ഒരാൾ വിധിക്കപ്പെട്ടപ്പോൾ ഈ സംസ്ഥാനം മുഴുവൻ ഒരുമിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായി മുൻപോട്ട് വന്നു. If a Keralite needed your protection, you did not ask what is his religion, what language does he speak, which district does he come from. You said he is from Kerala, we are going to give 54 crores to protect his life. And everybody gave. കേരളത്തിലെ ഒരു മനുഷ്യന് നിങ്ങളുടെ സഹായം ആവശ്യം വന്നപ്പോൾ ഒരു മലയാളിയും ചോദിച്ചില്ല ആ മനുഷ്യന്റെ മതം ഏതാണ്, ആ മനുഷ്യൻ ഏത് ജില്ലയിലാണ് താമസിക്കുന്നത്, ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് വന്ന് 34 കോടി പൈസ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് നൽകി. In 3 or 4 days. 3-4 ദിവസങ്ങൾക്കുള്ളിലാണ് നിങ്ങൾ അത് ചെയ്തത്. That was the best answer that you could have given to those that want to divide you. നിങ്ങളെ വിഭജിക്കാൻ, മലയാളികളെ വിഭജിക്കാൻ തയ്യാറായിരിക്കുന്നവർക്ക്, വിഭജിക്കാൻ ശ്രമിക്കുന്നവർക്ക് മലയാളികൾക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച ഉത്തരമായിരുന്നു നിങ്ങളുടെ ആ പ്രവൃത്തി. So my experience over the last 5 years in your state has been one of learning from you. ഞാൻ കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ നിന്നുള്ള എൻ്റെ അനുഭവം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് പഠിക്കുന്ന ഒരു അനുഭവമാണ്. Every day when I come to Kerala, something new I learn. ഓരോ ദിവസവും ഞാൻ കേരളത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും പുതിയതൊന്ന് ഞാൻ പഠിക്കും. So I want to thank you for helping me, for loving me, for giving me so much respect and affection. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നതിന്, എന്നെ സഹായിക്കുന്നതിന്, എനിക്ക് ഒരുപാട് സ്നേഹവും വാത്സല്യവും നൽകുന്നതിന് എനിക്ക് നിങ്ങളോട് നന്ദി പറയണമെന്നുണ്ട്. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. And I am your soldier in Delhi. ഞാൻ ഡൽഹിയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നിങ്ങളുടെ ഭടനാണെന്ന് നിങ്ങൾ എന്നെ കണക്കാക്കണം. Anything you need in Delhi, you have to give me an order and I will try and fulfill. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൽഹിയിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഓർഡർ നൽകിയാൽ മതി, ഉത്തരവ് നൽകിയാൽ മതി, ഞാനത് സഫലീകരിച്ചിരിക്കും. Nandri. Thank you. Thank you. बड़ी से बड़ी खबर, क्राइम से लेकर राजनीति तक किस नेता ने 5 साल में क्या काम कराया। मिलेगी सबसे पहले हर खबर चेंजिंग फ्यूचर न्यूज पर, जो बदलेगा आपका